എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറി പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് മനോഹരമായ ഈ വീട് മാർബിൾ ഹോംസ് എന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ. പഞ്ചായത്ത് ടാർ റോഡാണ്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വീടിന്റെ ഗേറ്റ് വരുന്നത്. അകത്തേക്ക് നമുക്ക് നല്ല വീതിയുള്ള വഴി തന്നെയാണ് വരുന്നത്. ഈ കാണുന്ന വഴി എന്ന് പറയുന്നത് നമ്മൾക്ക് കാർ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് മാത്രമുള്ള വഴിയാണിത്. കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് തിരിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. 3 കാറുകൾക്ക് വരെയുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ബാക്കിലായിട്ട് കാറുകൾ ഇടാം. ഈ ഒരു ഭാഗത്ത് മൂന്നാമത്തെ കാറും. അതുകൂടാതെ 2 വീലർ വയ്ക്കാനായിട്ട് ധാരാളം സ്പേസും കിട്ടുന്നുണ്ട്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്ത് പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. നിറയെ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും നല്ലൊരു കമ്മ്യൂണിറ്റിയിലുമാണ് ഈ ഒരു വീട് വരുന്നത്. ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് 3 കിലോമീറ്റർ, വൈറ്റിലയിലേക്ക് നോക്കുവാണെങ്കിൽ 8 കിലോമീറ്റർ. നമുക്ക് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് നിങ്ങൾക്ക് 1 മണിക്കൂറിൽ താഴെ മാത്രമാണ് ട്രാവൽ വരുന്നുള്ളൂ. ഇതിപ്പോ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ളവർക്കാണെങ്കിൽ വെറും 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. 4 സെന്റ് ലാൻഡിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ കണ്ടു, ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാറിന് മാത്രമായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ പോർച്ച് ചെയ്തിട്ടുണ്ട്, ഒരു കാർ പാർക്ക് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള 2 കാറുകൾക്കായിട്ട് നല്ല ഓപ്പൺ സ്പേസും 2 വീലറിനുള്ള സ്പേസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടുള്ള എലവേഷനിലാണ് വീട് ചെയ്തിരിക്കുന്നത്. മതിലിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ ചെറിയ ലൈറ്റുകൾ വരുന്നുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ടാണെങ്കിലും ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. കോപ്പർ ഡിസൈൻ കളറുള്ള ടെക്സ്ചർ വർക്കാണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. വൈറ്റ് കളറാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലെ സൺഷെയ്ഡിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അവിടെയായിട്ട് ചെറിയ ബ്ലൂ പെയിന്റുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു ഭാഗമാണ് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് കിട്ടുന്നത്. ഇവിടെ എല്ലാം തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു പോർഷൻ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പലക്കുകല്ലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടുന്നതിനോ, അല്ലെങ്കിൽ മുകളിൽ ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ താഴെ വെക്കാം. അങ്ങനെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ, നമുക്ക് കല്ലിൽ അരച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ചെറിയൊരു അമ്മിക്കല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഇടാനായിട്ട് അതിനും ഒരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനായിട്ട് ധാരാളം സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും കംപ്ലീറ്റ് ടൈലാണ് പിരിച്ചിരിക്കുന്നത്. അതിനെ ചുറ്റി നമ്മൾ വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മണ്ണിന്റെ ഒക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നല്ല റെഡ് സോയിലുള്ള ഒരു മണ്ണും കിട്ടുന്നുണ്ട്. കറിവേപ്പിലയോ മുളകോ ഒക്കെ നടാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു മണ്ണുള്ള സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ് ഒറ്റപ്പാളിയിലാണ് ആഞ്ഞിലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ മരത്തിന്റെ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ലൊരു ടെക്സ്റ്റൈൽ വർക്ക് വരുന്നുണ്ട്. മെയിൻ ഡോർ നോക്കുവാണെങ്കിൽ വടക്കോട്ടാണ് ദർശനം. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമ്മൾ നേരെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലാണ്. ഫ്ലോർ ടൈൽ തന്നെ ആദ്യം നോക്കാം. നമുക്കൊരു ഓഫ് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ നല്ല ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് TV വെക്കാനുള്ള സ്പേസ് ആണ്. അത്യാവശ്യത്തിന് വലിയൊരു ലിവിംഗ് സ്പേസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ സോഫ സെറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ഇവിടെയായിട്ട് TV വെക്കാനുള്ള ആ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഭംഗിയായിട്ടാണ്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് വരുന്നത്. 4 വിൻഡോസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഡൈനിങ്ങിനായിട്ടുള്ള ഏരിയ കിട്ടുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ഒരു ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാവുന്ന നല്ലൊരു സ്പേസ് ഡൈനിങ്ങിന് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് 2 വിൻഡോസ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു മിററും വാഷ് ബേസിനും വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഒരു ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ സേഫ് ആയിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. അടിയിലുള്ള ഭാഗത്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ പോർഷൻ ആണ് കവർ ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ചെറിയ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്ക് ഈ ഒരു വീട്ടില് 4 ബെഡ്റൂമുകളുള്ള ഒരു ബെഡ്റൂം താഴെയും 3 മുകളിലുമാണ് വരുന്നത്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടാണ് വിൻഡോസ് വരുന്നത്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഫുൾ കവർ ചെയ്യുന്ന മിററും ഡ്രോയും ഒക്കെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ലൊരു വുഡൻ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഗ്രേ ഡിസൈൻ ആണ് വരുന്നത്. സൗകര്യങ്ങൾ കൊടുത്തിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. ക്ലോസ്ഡ് കിച്ചൺ ആണ്. സെപ്പറേറ്റ് ആയിട്ടൊരു ഡോർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വുഡൻ ആൻഡ് ഗ്ലാസിന്റെ ഡോർ ആണ് വരുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്ലോർ ടൈലുകൾക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഗ്രേ കളറിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് വരുന്നത്. അതിന് മാച്ച് ആയിട്ട് തന്നെയാണ് നമ്മളുടെ കിച്ചൺ ക്യാബിനറ്റ്സും ചെയ്തിരിക്കുന്നത്. ടോട്ടൽ മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും 3 ലെയറുകളിലാണ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോറേജിനായിട്ട് കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 3 ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. പൈപ്പ് മാത്രമാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ആ സിങ്കിന്റെ ഒക്കെ അടുത്തായിട്ട് ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. കിച്ചൺ കൂടാതെ നമുക്കിവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസും കൂടി കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് 2 സൈഡിൽ ഡോർ ഒക്കെ വെച്ചിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഭാഗത്തുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ നമുക്ക് അത്യാവശ്യത്തിന് ചെടികളൊക്കെ നടാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്നിരിക്കുന്നത്. വരുന്ന വഴിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസും ആണ് കിട്ടുന്നത്. മുകളിലേക്ക് വന്ന ഉടനെ തന്നെ ഈ ഭാഗത്തുള്ള ഡോർ തുറന്നാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയാണ് കിട്ടുന്നത്. ബാൽക്കണിയുടെ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ടാണ് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റൈൽസിനകത്ത് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന ആ ഒരു ടാർ റോഡാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വ്യൂ കിട്ടുന്നത്. ടോട്ടൽ ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ ഫുഡ് ലാമ്പും കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം കണ്ടു നോക്കാം. ഇവിടെയായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. 2 സൈഡിലായിട്ട് 2 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോളിൽ ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റ് ആണ് വരുന്നത്. മുകളിൽ എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 3ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് കാണാനുള്ളത്. 4ാമത്തെ ബെഡ്റൂം ചെറിയൊരു ബെഡ്റൂം ആണ്. ഇത് ബാത്ത് അറ്റാച്ച്ഡ് അല്ല. 2 സൈഡിലായിട്ട് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ 4 ബെഡ്റൂമുകളും കണ്ടു കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്കുള്ള ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. നമുക്ക് മുകളിലും കൂടെ ഒരു കാര്യം കാണാനുണ്ട്. അതുകൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് നമ്മൾ മുകളിൽ എത്തുന്നത് വരെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ ലൈനും പവർ പോയിന്റും എല്ലാം തന്നെ ഇവിടെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ടെറസിലേക്കാണ് എൻട്രൻസ് വരുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം മാറി പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് ടാർ റോഡിന് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വീടിന്റെ ഗേറ്റ് വരുന്നത്. ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ 3 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 1850 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളും എക്സ്ട്രാ നമുക്ക് വേറൊരു ബെഡ്റൂമുകൾ ടോട്ടൽ 4 ബെഡ്റൂമുകൾ ഉള്ളതിൽ ഒരെണ്ണം മാത്രമാണ് ബാത്ത് അറ്റാച്ച്ഡ് അല്ലാതായിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും കൂടെ അത്യാവശ്യം നല്ല നൈബേഴ്സ് ആണ്. നല്ലൊരു ഏരിയ ആണ്. അതാണ് എടുത്തു പറയേണ്ടത്. തൃപ്പൂണിത്തുറ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം, ഒരുപാട് എൻക്വയറി ഉള്ളതാണ്. ഇവിടെ വീടുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നാണ് സെയിലായി പോകുന്നത്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്നത് 86 ലക്ഷം രൂപയാണ്. 86 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും അതും ഞങ്ങൾ തന്നെ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടമായെങ്കിൽ ഒട്ടും വൈകണ്ട. ലൊക്കേഷൻ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.